നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ വസതി രാഹുൽ ഗാന്ധിയും കൂട്ടരും വളയുമെന്ന് സ്വപ്നത്തിൽ പോലും മോദിയോ കേന്ദ്ര സർക്കാരോ ബി.ജെ.പിയോ കരുതിയിരുന്നില്ല. പരീക്ഷകളിൽ അട്ടിമറി നടത്തി ചോദ്യപേപ്പറുകൾ ലേലത്തിന് വെച്ച കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടും ആളിപ്പടർന്ന ജന്തർ മന്ദർ പ്രതിഷേധത്തിന്റെ ഏറ്റവും മൂർത്തമായ രൂപമായിരുന്നു അത്. ഒരു പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതി ഉപരോധിക്കുന്ന സാഹസത്തിന് രാജ്യം സാക്ഷ്യം വഹിച്ചപ്പോൾ കേന്ദ്ര ഭരണകൂടം പോലും ഞെട്ടിപ്പോയി. എന്നാൽ അധികം വൈകാതെ കോൺഗ്രസ് സഖ്യകക്ഷിയെ ഭരിക്കുന്ന ജാർഖണ്ഡിൽ നിന്നും സമാനമായ ചോദ്യപേപ്പർ ചോർച്ചയും ഉദ്യോഗാർത്ഥികളുടെ വൻ പ്രതിഷേധവും ഉയർന്നു വന്നു. ജാർഖണ്ഡിലും ഉദ്യോഗാർത്ഥികൾ തെരുവിലിറങ്ങിയപ്പോൾ ഡൽഹിയിൽ സമരം ചെയ്ത രാഹുൽ ഗാന്ധി എവിടെ പോയെന്ന ചോദ്യം ഉന്നയിച്ച് രാഹുലിനെ കരിവാരത്തേക്കാൻ ഒരു കൂട്ടർ സകല അടവുകളും പുറത്തെടുത്തു. എന്നാൽ തനിക്കെതിരെ ഉയർന്ന വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയത് വമ്പൻ തിരിച്ചടിയായിരുന്നു. റാഞ്ചിയിലെ തെരുവുകളിൽ ആളിപ്പടർന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ പുകപടലങ്ങൾക്കിടയിലേക്ക് പെട്ടെന്നാണ് ആ നിർണായക വാർത്തയെത്തിയത്. ഹേമന്ത് സോറന്റെ ഉറക്കം കെടുത്തിക്കൊണ്ട് ഒരു കത്ത് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് വന്ന് പതിച്ചു. അയച്ചത് മറ്റാരുമല്ല, രാഹുൽ ഗാന്ധി തന്നെ. ജാർഖണ്ഡ് സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന തരത്തിൽ പിന്തുണ പിൻവലിക്കുമെന്ന കടുത്ത ആശങ്ക ഉയർത്തിക്കൊണ്ട് രാഹുൽ നടപ്പിലാക്കിയ ആ തന്ത്രപരമായ ഇടപെടൽ ഭരണകൂടത്തെ പിടിച്ചുകുലുക്കുകയായിരുന്നു. 24 ദിവസമായി തെരുവിൽ ചോര നീരാക്കി പോരാടുന്ന ചെറുപ്പക്കാരുടെ ശബ്ദം കേൾക്കാതിരിക്കാൻ ഇനി സർക്കാരിന് കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട നിമിഷം സഖ്യകക്ഷിയിലെ ആ അന്ത്യശാസനത്തിന് മുന്നിൽ ഹേമന്ത് സോറന് മറ്റൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. 2014 മുതൽ സംസ്ഥാനത്ത് നടന്ന മുഴുവൻ പരീക്ഷകളും നിയമനങ്ങളും ഒരൊറ്റ ഉത്തരവിലൂടെ സർക്കാർ റദ്ദാക്കി. സ്വജനപക്ഷപാതവും ചോദ്യപേപ്പർ ചോർച്ചയും നടത്തി ഉദ്യോഗാർത്ഥികളുടെ ഭാവി വിറ്റ TDPL എന്ന കറുത്ത ഏജൻസിയെ സംസ്ഥാനത്ത് നിന്ന് അടിച്ചിറക്കി നിരോധിച്ചു. ആയിരക്കണക്കിന് യുവാക്കളുടെ ഭാവി വെച്ച് കളിച്ച മഹാചതിയെക്കുറിച്ച് അന്വേഷിക്കാൻ CID ചുമതലപ്പെടുത്തുകയും ഭാവി സുതാര്യതയ്ക്കായി IAS ഉദ്യോഗസ്ഥർ അമിതാഭ് കൗശലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സമിതിയെ വഹിക്കുകയും ചെയ്തതോടെ രാഷ്ട്രീയ ചിത്രം മാറിമറിഞ്ഞു. പക്ഷേ ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ടൊന്നും തീയണക്കാൻ കഴിയില്ലെന്ന് തെളിയിച്ചുകൊണ്ട് വിപ്ലവ വീരമുള്ള വിദ്യാർത്ഥികൾ വീണ്ടും ഗർജിക്കുകയാണ്. എണ്ണയിട്ട് യന്ത്രം പോലെ പണിത അധർമ്മത്തിന്റെ കോട്ടകൾ പൂർണ്ണമായി തകരണമെങ്കിൽ CID അന്വേഷണം പോരാ, CBI തന്നെ ഏറ്റെടുക്കണമെന്ന ആവശ്യത്തിൽ രവീന്ദ്ര പസ്വാന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ ഉറച്ചു നിൽക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ കടുത്ത രാഷ്ട്രീയ നീക്കത്തിലൊഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ച ഇളവുകൾക്കൊന്നും തങ്ങളെ തണുപ്പിക്കാനാവില്ലെന്നും ലക്ഷ്യം കാണും വരെ ഈ തെരുവ് പോരാട്ടവും നിരാഹാരവും തുടരുമെന്നും അവർ പ്രഖ്യാപിക്കുന്നു. സ്വന്തം സഖ്യ സർക്കാരിന്റെ വീഴ്ചയാണെങ്കിൽ പോലും ഉദ്യോഗാർത്ഥികൾക്കൊപ്പം ഉറച്ചുനിന്ന രാഹുൽ ഗാന്ധിയുടെ ഈ ഉറച്ച നിലപാടിന് മുന്നിൽ ഇപ്പോൾ ആവേശത്തോടെ കൈയടിക്കുകയാണ് സമരാനുകൂലികൾ.